നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യക്കുള്ള തീരുവയ്ക്കെതിരെ US കോൺഗ്രസിൽ പടയൊരുക്കം. ട്രംപിന്റെ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് പ്രമേയം അവതരിപ്പിച്ച് ഡെമോക്രാറ്റ്സ്. GST പരിഷ്കരണം ചില്ലറ പണപ്പെരുപ്പത്തിൽ പ്രതീക്ഷിച്ച പ്രതിഫലനം ഉണ്ടാക്കിയില്ലെന്ന് SBI. പണപ്പെരുപ്പം 35 ബേസിസ് പോയിന്റായി കുറയുമെന്നും റിപ്പോർട്ട്. മെക്സിക്കോയുടെ താരിഫ് വർധനയ്ക്കെതിരെ നയതന്ത്ര ഇടപെടലുമായി ഇന്ത്യ. സഹകരണ സാമ്പത്തിക പങ്കാളിത്തത്തിനെതിരായ നീക്കമെന്നും പ്രതികരണം. ഇന്ത്യൻ രൂപയുടെ വിലക്ക് നീക്കാൻ നേപ്പാൾ. 100 രൂപയ്ക്ക് മുകളിലുള്ള നോട്ടുകൾ പ്രചാരത്തിലെത്തിക്കുമെന്ന് നേപ്പാൾ രാഷ്ട്ര ബാങ്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ UDF ആധിപത്യം. ജില്ലാ പഞ്ചായത്തുകളിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം. ഇന്ത്യക്കുള്ള ട്രംപിന്റെ 50% തീരുവയ്ക്കെതിരെ US കോൺഗ്രസിൽ പടയൊരുക്കം. ട്രംപിന്റെ ദേശീയ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രമേയം അവതരിപ്പിച്ച് ഡെമോക്രാറ്റ്സ്. 50% വരെയുള്ള തീരുവ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് US കോൺഗ്രസ് അംഗങ്ങളുടെ നീക്കം. ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കളാണ് ഈ നീക്കത്തിന് തുടക്കമിട്ടത്. രാജ കൃഷ്ണമൂർത്തി, ഡെബോറോ റോസ്, മാർക്ക് വിസെ എന്നിവർ ചേർന്നാണ് പ്രമേയം കൊണ്ടുവന്നതും. താരിഫിന് കാരണമായി ട്രംപ് കൊണ്ടുവന്ന ദേശീയ അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിച്ച് പ്രഖ്യാപിച്ച ഈ അടിയന്തരാവസ്ഥ എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ ദുരുപയോഗമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഇന്ത്യയുമായുള്ള സഖ്യത്തെ തകർക്കും. ഇന്ത്യൻ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അമേരിക്കൻ തൊഴിലാളികളെയും ഉപഭോക്താക്കളെയും ഈ താരിഫ് പ്രതികൂലമായി ബാധിക്കുമെന്നും കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കി. അതായത് ഇതൊരു അമേരിക്കൻ പൗരനുമേലുള്ള നികുതിയായി മാറുകയാണെന്ന് മാർക്ക് വിസെ അഭിപ്രായപ്പെടുന്നു. നോർത്ത് കരോലിനയിൽ മാത്രം ഇന്ത്യൻ കമ്പനികളുടെ നിക്ഷേപം $1 ബില്യൺ. ഇവിടുത്തെ 1000-ലധികം തൊഴിലാളികളെയും താരിഫ് ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം നീക്കം വ്യാപാര നയം തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിന്റെ അധികാരം തിരികെ പിടിക്കാനുള്ള ഡെമോക്രാറ്റുകളുടെ ശ്രമത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. GST പരിഷ്കരണം ചില്ലറ പണപ്പെരുപ്പത്തിൽ പ്രതീക്ഷിച്ച പ്രതിഫലനം ഉണ്ടാക്കിയില്ലെന്ന് SBI. പണപ്പെരുപ്പം 35 ബേസിസ് പോയിന്റായി കുറയുമെന്നും റിപ്പോർട്ട്. വൻതോതിലുള്ള GST വെട്ടിക്കുറയ്ക്കൽ ചില്ലറ പണപ്പെരുപ്പത്തിൽ 85 ബേസിസ് പോയിന്റിന്റെ കുറവുണ്ടാകുമെന്നാണ് SBI നേരത്തെ പ്രവചിച്ചത്. എന്നാൽ ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം 2025 സെപ്റ്റംബർ മുതൽ നവംബർ വരെ 25 ബേസിസ് പോയിന്റിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഓരോ ഉൽപ്പന്നത്തിന്റെ വിലയിലെ മാറ്റം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് നേരത്തെ പ്രതീക്ഷിച്ച 85 ബേസിസ് കുറവ് ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമായത്. നിലവിൽ GST പരിഷ്കാരങ്ങൾ നേരിട്ട് ഉപഭോക്തൃവിലയിൽ വരുത്തിയ മാറ്റം 25 ബേസിസിന്റെ മാത്രമാണ്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലെ GST കിഴിവുകൾ ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. GST കുറഞ്ഞതിന്റെ ഭാഗമായി ഇ-കൊമേഴ്സ് വഴി ലഭിക്കുന്ന ഡിസ്കൗണ്ടുകൾ ഉപഭോക്തൃവില കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഘടകം കൂടി പരിഗണിക്കുമ്പോൾ മൊത്തം കുറവ് 35 ബേസിസ് പോയിന്റ് ആകും എന്നാണ് SBIയുടെ വിലയിരുത്തൽ. അതിനാൽ പണപ്പെരുപ്പം 35 ബേസിസ് പോയിന്റായി കുറയുമെന്ന് SBI റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അതേസമയം രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ മൊത്തത്തിലുള്ള പണപ്പെരുപ്പം വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും റിപ്പോർട്ട് പങ്കുവച്ചു. 2025-2026 പണപ്പെരുപ്പം 1.8%, 2026-2027 അത് 3.4% ഉയരും. ഫെബ്രുവരിയിലെ പണനയയോഗത്തിൽ റിസർവ് ബാങ്ക് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മെക്സിക്കോയുടെ ഏകപക്ഷീയ താരിഫ് വർധനയ്ക്കെതിരെ നയതന്ത്ര ഇടപെടലുമായി ഇന്ത്യ. സഹകരണ സാമ്പത്തിക പങ്കാളിത്തത്തിനെതിരായ നീക്കമെന്നും പ്രതികരണം. ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നായി മാറുകയാണ് മെക്സിക്കോയുടെ താരിഫ്. ഉഭയകക്ഷി പരിഹാരമാണ് ഇപ്പോൾ ഇന്ത്യ ഇതിന് തേടുന്നത്. എന്നാൽ ഇന്ത്യൻ കയറ്റുമതിക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് മാത്രമേ പരിഹാരം കാണൂവെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. മെക്സിക്കൻ സെനറ്റ് ഡിസംബർ 11 അംഗീകരിച്ച ബിൽ പരിഗണനയ്ക്ക് വന്നപ്പോൾ തന്നെ ഇന്ത്യ ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 30 ഇന്ത്യൻ എംബസി പ്രത്യേക ഇളവുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കൂടിയാലോചനകളില്ലാതെ താരിഫ് ചുമത്തുകയാണ് മെക്സിക്കോ ചെയ്തതെന്നും ഇന്ത്യ വ്യക്തമാക്കി. വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളും മെക്സിക്കോയുടെ സാമ്പത്തിക കാര്യ മന്ത്രി ലൂയിസ്
റൊസന്റയും വിഷയത്തിൽ ഉന്നതതല കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും നല്ല വഴി ഇന്ത്യയും മെക്സിക്കോയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ വേഗത്തിലാക്കുക എന്നതാണ്. ഇതിനായുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. FDA നിലവിൽ വന്നാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഈ താരിഫുകളിൽ നിന്ന് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ രൂപയുടെ വിലക്ക് നീക്കാൻ നേപ്പാൾ 100 രൂപയ്ക്ക് മുകളിലുള്ള നോട്ടുകൾ പ്രചാരത്തിലെത്തിക്കുമെന്ന് നേപ്പാൾ രാഷ്ട്ര ബാങ്ക്. നോട്ട് വിലക്കിനെ തുടർന്ന് ഇരു രാജ്യങ്ങളിലെയും യാത്രക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ വലിയ പ്രശ്നമാണ് നിലനിന്നിരുന്നത്. ഇതിൽ നിന്നുള്ള മാറ്റമാണ് നേപ്പാളിന്റെ നീക്കത്തോടെ സംഭവിക്കുക. നേപ്പാളിലേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ, തീർത്ഥാടകർ എന്നിവർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. രൂപയിലെ ഇടപാടിനുള്ള അനുമതിയുടെ അന്തിമഘട്ടത്തിലാണ് നേപ്പാൾ. ഗസറ്റിൽ നോട്ടീസ് പ്രസിദ്ധീകരിച്ച ശേഷം ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ നിയമത്തെക്കുറിച്ചുള്ള സർക്കുലറുകൾ ഉടൻ നൽകുമെന്ന് നേപ്പാൾ രാഷ്ട്ര ബാങ്ക് വക്താവ് ഗുരുപ്രസാദ് പൗഡൽ അറിയിച്ചു. ഈ തീരുമാനത്തിനു മുന്നോടിയായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിദേശ നാണയ വിനിമയ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. പുതിയ നിയമം ഡിസംബർ 5 പ്രാബല്യത്തിൽ വന്നു. ഈ ഭേദഗതി പ്രകാരം 100 മുകളിലുള്ള ഇന്ത്യൻ നോട്ടുകൾ ഉൾപ്പെടെ മൊത്തം 25,000 രൂപ മൂല്യം വരുന്ന കറൻസി നേപ്പാളിലേക്കും തിരിച്ചും കൊണ്ടുപോകാൻ വ്യക്തികൾക്ക് അനുവാദമുണ്ട്. അതേസമയം നീക്കം നേപ്പാളിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉത്തേജനമായി മാറും. കൂടാതെ ഇന്ത്യയിലേക്ക് എത്തുന്ന നേപ്പാളി തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, ചികിത്സാ ആവശ്യങ്ങൾക്കായി പോകുന്നവർ, വിനോദസഞ്ചാരികൾ എന്നിവർക്കെല്ലാം ഇത് ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ UDF ആധിപത്യം നേടി. ജില്ലാ പഞ്ചായത്തുകളിൽ LDFും UDFും 7 എണ്ണം വീതം നേടി ഒപ്പത്തിനൊപ്പമാണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളിൽ 504 എണ്ണം UDF സ്വന്തമാക്കിയപ്പോൾ LDFന് 342 എണ്ണമേ വിജയിക്കാനായുള്ളൂ. NDA 26 ഇടത്ത് വിജയം നേടി. 6 ഇടത്ത് മറ്റുള്ളവരും നേട്ടമുണ്ടാക്കി. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 78 എണ്ണം UDFും 64 എണ്ണം LDFും കരസ്ഥമാക്കി. മുനിസിപ്പാലിറ്റികളിൽ 54 എണ്ണമാണ് UDFിനൊപ്പം നിന്നത്. 28 എണ്ണം ഇടതുപക്ഷത്തും നിലയുറപ്പിച്ചു. 2 ഇടത്ത് NDA അധികാരം നേടി. പാലക്കാട് നഗരസഭയിൽ BJP ഭരണം നിലനിർത്തിയപ്പോൾ തൃപ്പൂണിത്തുറയിൽ BJP അധികാരം പിടിച്ചെടുത്തു. ഗംഭീര തിരിച്ചറിവ് നടത്തിയ UDF സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ 4 ഇടത്താണ് അധികാരത്തിലേറുന്നത്. കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകളിൽ ഇടതുമുന്നണിയിൽ നിന്നും UDF ഭരണം തിരിച്ചുപിടിച്ചു. കൊല്ലത്ത് ആദ്യമായി UDF അധികാരത്തിലെത്തി. കണ്ണൂരിൽ അധികാരം നിലനിർത്തുകയും ചെയ്തു. തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചു. 50 സീറ്റ് നേടിയ NDAക്ക് കേവല ഭൂരിപക്ഷത്തിന് ഒരാളുടെ പിന്തുണ കൂടെ മതി. 29 ഡിവിഷനിൽ LDF വിജയിച്ചപ്പോൾ 19 ഇടത്ത് UDFും വിജയിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ കനത്ത പോരാട്ടമാണ് നടന്നത്. ഇടതുമുന്നണി 35 ഡിവിഷൻ നേടിയപ്പോൾ UDFന് 28 സീറ്റുകളാണ് ലഭിച്ചത്. 13 ഡിവിഷനുകളിൽ NDAയും വിജയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതിയ തൊഴിൽ നിയമങ്ങൾ സ്ത്രീകൾക്കുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. 2023-24 വനിതാ തൊഴിലാളികളുടെ എണ്ണത്തിൽ 41.7% വർധനവ് രേഖപ്പെടുത്തി. ഈ വർഷം നവംബർ 21 മുതൽ പ്രാബല്യത്തിൽ വന്ന 4 തൊഴിൽ നിയമാവലികൾ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയേഴ്സ് നിയമസ്ഥാപനമായ ഷാർദുൽ അമർചന്ദ് മംഗൾദാസുമായി സഹകരിച്ച് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് പരാമർശം. ഇന്ത്യയുടെ നിയമചട്ടക്കൂട് സാമൂഹിക മാറ്റത്തിനൊപ്പം വികസിച്ചിട്ടുണ്ടെന്നും 2017-18 23.3% നിന്ന് 2023-24 41.7% സ്ത്രീ തൊഴിൽ ശക്തി നിരക്ക് ഉയർന്നതിൽ ഇത് പ്രതിഫലിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. 1961 പ്രസവാനുകൂല്യ നിയമം, 2013 ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന നിയമം തുടങ്ങിയ സ്ത്രീ കേന്ദ്രീകൃത നിയമങ്ങളും മിഷൻ ശക്തി, നവ്യ, വൈസ് കിരൺ എന്നിവയുൾപ്പെടെയുള്ള സർക്കാർ സംരംഭങ്ങളും ഈ പുരോഗതിയെ പിന്തുണച്ചിട്ടുണ്ട്. ലേബർ കോഡുകൾ ഇന്ത്യയുടെ തൊഴിൽ നിയമ ചട്ടക്കൂടിനെ ആധുനികവൽക്കരിക്കുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. തൊഴിൽ സ്ഥലങ്ങൾ സുരക്ഷിതമാക്കുക, സാമൂഹ്യ സുരക്ഷ വിശാലമാക്കുക എന്നിവയാണ് പരിഷ്കാരങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിനാൽ ഈ നിയമം സ്ത്രീകൾക്ക് ഉപകാരപ്പെടും. പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനു പകരം ജോലി കൂടുതൽ സുസ്ഥിരവും സുരക്ഷിതവുമാക്കിക്കൊണ്ട് വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി കോർപ്പറേഷനിൽ UDF തരംഗം. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കോർപ്പറേഷൻ UDF തിരിച്ചുപിടിച്ചു. വിമതരെ കൊണ്ട് പൊറുതിമുട്ടിയ കൊച്ചിയിൽ എല്ലാ പ്രതിസന്ധികളും മറികടന്നാണ് കോൺഗ്രസിന്റെ വമ്പൻ വിജയം. ആകെയുള്ള 76 വാർഡുകളിൽ 46 എണ്ണം നേടിയാണ് UDF ഭരണമുറപ്പിച്ചത്. LDF 20 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ NDA 6 ഇടത്താണ് വിജയിച്ചത്. ജില്ലയിലെ നഗരസഭകളിലെല്ലാം UDF മുന്നേറ്റമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ടീം UDFന്റെ വിജയമാണെന്നും
കൃത്യമായ സംഘാടനവും ചിട്ടയാർന്ന പ്രവർത്തനമാണ് വിജയത്തിന് കരുത്തായതെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. എറണാകുളം ജില്ലയിൽ കോർപ്പറേഷനിൽ കോൺഗ്രസിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം UDF-നുണ്ടായിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അഭിമാനകരമായിട്ടുള്ള വിജയമാണ് UDF-നുണ്ടായിട്ടുള്ളത്. ഈ ചരിത്ര വിജയം എറണാകുളം ജില്ലയിൽ UDF-ന് സമ്മാനിച്ച മുഴുവൻ ജനങ്ങൾക്കും നന്ദി പറയുകയാണ്. ഒരു സർക്കാരിന് ഇതുപോലെ ഭരണവിരുദ്ധത ഉണ്ടായത് മനസ്സിലാക്കാനുള്ള സാമാന്യമായ വിവേകം പിണറായി വിജയനും LDF-നും ഉണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. കോടിക്കണക്കിന് രൂപയുടെ PR വർക്കുകൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം മാത്രമായി ഒരു സർക്കാരിൻ്റെ 9.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ചുരുങ്ങി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് അവലോകനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥികളായി കരുതപ്പെട്ടവരെല്ലാം ജയിച്ചപ്പോൾ LDF-ന്റെ മേയർ സാധ്യത പട്ടികയിലുണ്ടായിരുന്നവരെല്ലാം തോറ്റു. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി വിലയിരുത്തപ്പെട്ട ദീപ്തി മേരി വർഗീസ് മികച്ച വിജയമാണ് നേടിയത്. കൊച്ചി കോർപ്പറേഷൻ കലൂർ സ്റ്റേഡിയം ഡിവിഷനിൽ നിന്നാണ് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ജയിച്ചത്. 5 വർഷത്തെ LDF-ന്റെ കോർപ്പറേഷൻ ഭരണം ജനജീവിതം ദുസ്സഹമാക്കിയതായി അവർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ടീം വിജയമായിരുന്നു. UDF ഒറ്റക്കെട്ടായി നിന്ന് മത്സര രംഗത്തെ മുമ്പോട്ട് നയിച്ചു. നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നയിച്ചു. അതിലുപരിയായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തെ കോർപ്പറേഷൻ്റെ ഭരണം ജനജീവിതം ദുസ്സഹമാക്കി. ജനത്തിന് കൊടുക്കുവാൻ, സാധാരണക്കാരന് കൊടുക്കുവാനും ഈ നഗരത്തിന് കൊടുക്കുവാനും പ്രത്യേകമായ ഒരു പദ്ധതിയും ഇല്ലാതിരുന്ന 5 വർഷക്കാലമാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കി തന്ന വലിയ വിജയമാണ് കൊച്ചി നഗരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 2020 കോൺഗ്രസ് വിമതരുടെ പിന്തുണയിലായിരുന്നു LDF കൊച്ചിയിൽ ഭരണം പിടിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDF 34 സീറ്റ്, UDF 31 സീറ്റ്, NDA 5, സ്വതന്ത്രം 4 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 200 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന് 98,200 രൂപയായി. 1 ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 12,275 രൂപയാണ്. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 10,095 രൂപയും പവന് 80,760 രൂപയുമായി. വെള്ളിവില ഗ്രാമിന് 195 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്കുള്ള തീരുവയ്ക്കെതിരെ US കോൺഗ്രസിൽ പടയൊരുക്കം. ട്രംപിന്റെ ദേശീയ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചു ഡെമോക്രാറ്റ്സ്. GST പരിഷ്കരണം ചില്ലറ പണപ്പെരുപ്പത്തിൽ പ്രതീക്ഷിച്ച പ്രതിഫലനം ഉണ്ടാക്കിയില്ലെന്ന് SBI. പണപ്പെരുപ്പം 35 ബേസിസ് പോയിന്റായി കുറയുമെന്ന് റിപ്പോർട്ട്. മെക്സിക്കോയുടെ താരിഫ് വർധനയ്ക്കെതിരെ നയതന്ത്ര ഇടപെടലുമായി ഇന്ത്യ. സഹകരണ സാമ്പത്തിക പങ്കാളിത്തത്തിനെതിരായ നീക്കമെന്നും പ്രതികരണം. ഇന്ത്യൻ രൂപയുടെ വിലക്ക് നീക്കാൻ നേപ്പാൾ. 100 രൂപയ്ക്ക് മുകളിലുള്ള നോട്ടുകൾ പ്രചാരത്തിലെത്തിക്കുമെന്ന് നേപ്പാൾ രാഷ്ട്ര ബാങ്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ UDF ആധിപത്യം. ജില്ലാ പഞ്ചായത്തുകളിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.